ഹലോ ഗൈസ്, ഹാപ്പി ദിവാലി. അപ്പോൾ ഇപ്രാവശ്യത്തെ ദിവാലിക്ക് അമ്മ എനിക്ക് കൊണ്ടുവന്ന ഒരു സർപ്രൈസ് ആട്ടോ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദ സർപ്രൈസ് പൊതി. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. സാധാരണ അമ്മ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചിട്ടാണ് സാധാരണ ഓർഡർ ചെയ്യാറ്. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് ടോട്ടലി യാതൊരു ഐഡിയ ഇല്ല. ആൻഡ് നിങ്ങൾ വിചാരിക്കണം ലൈക്ക് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ദിവാലിയാണ് സീസണാണ് അങ്ങനത്തെ പ്രത്യേകിച്ച് തോട്ട്സ് കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ ഇത് കയ്യിൽ കണ്ടപ്പോൾ ഇതെന്താണ് അമ്മ നോക്കിയപ്പോൾ തേണ്ട ദീപാവലിയുടെ ലാമ്പ് ഇരിക്കുന്നു. അപ്പോൾ ഞാനിതൊട്ടും വിചാരിച്ചില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഹിന്ദി നോർത്ത് ഇന്ത്യൻ ബേസ് ഉള്ളതുകൊണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ മല്ലൂസാണ്. അപ്പോൾ നമുക്ക് ഈ ദിവാലി കാര്യങ്ങളൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ മറ്റേ ദിയ കത്തിക്കും, തിരി കത്തിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കാണ്. അപ്പോൾ ഈ വർഷം അമ്മ അത് ഭയങ്കര ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പുതിയൊരു ടെക്നോളജിയാണ് എന്ന് പറയാം. അപ്പോൾ അതുപോലെയായിരുന്നു. മേ ബി ഇതെല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിരിക്കും. ബട്ട് ഞാനിത് ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത് കേട്ടോ. ബട്ട് എന്തായാലും കൊള്ളാം സാധനം. അപ്പം ആദ്യം ഇത് ഞാൻ തുറന്നപ്പോൾ എന്താണ് സാധനം, ഇതെന്താ സംഭവം, എങ്ങനെ ഏതാണെന്നൊന്നും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പറഞ്ഞു. അമ്മ ഇതിൻ്റെ കുറേ ഗവേഷണമൊക്കെ നടത്തിയിട്ട് തന്നെയാണ് സാധനം മേടിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവം കേട്ടോ ഭയങ്കര ലാഭം. 12 പീസസ് നമുക്ക് അറൗണ്ട് 100 റുപ്പീസ് കണ്ടേ ആയിട്ടുള്ളൂ. അപ്പം ഭയങ്കര ലാഭമായിപ്പോയി. അപ്പം ഇതിനകത്ത് എല്ലാ പീസസും നല്ലതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അനിയൻ വന്ന് ഇതിനെ പരീക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് കൈകൊണ്ടൊക്കെ. അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ചെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെള്ളമെങ്കിലും ഒഴിച്ചാൽ മതി. ഞാൻ മറ്റേ ഗ്ലാസ്സിനകത്തൊക്കെ വെള്ളമൊക്കെ എടുത്ത് നല്ലപോലെ കുറച്ച് നേരം ഇരിക്കട്ടെ, നമ്മളൊട്ടും കുറയ്ക്കണ്ടല്ലോ എന്ന സെറ്റപ്പിൽ എല്ലാം പയ്യെ അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിക്കാനായിട്ട് പോവുകയാണ്. സംഭവം കൊള്ളാം ഗൈസ്, അടിപൊളി. ഇതിന് എത്ര നാളത്തെ ആയുസുണ്ടെന്നൊന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ബട്ട് ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇത് നോക്കി എന്ത് മനുഷ്യൻ്റെ ആ ഒരു ബുദ്ധിയുടെ ഒരു കളികളിലെ എന്തെല്ലാം സാധനങ്ങളാണ് വെറൈറ്റി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഓരോന്ന് ഇങ്ങനെ അവൈലബിൾ ആയിട്ട് ഇതെന്തായാലും അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു നാച്ചുറാലിറ്റി. കാരണം ദൂരെ നിന്ന് കാണുമ്പോൾ ആരും പറയില്ല ലൈക്ക് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പിനകത്താണ് നമ്മൾ വെച്ചേക്കുന്നതെന്ന്. ഒരെണ്ണം മാത്രം കുറച്ച് ഡിമ്മായിട്ടായിരിക്കണം, അതിന് കുറച്ച് ലൈറ്റ് കുറവുണ്ട്. ബട്ട് ബാക്കിയെല്ലാം അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, സൂപ്പർബായിരുന്നു. ഐ മീൻ പ്രത്യേകിച്ച് അത്ര ഒന്നിച്ച് നമ്മളിങ്ങനെ വെച്ചേക്കില്ല, അതിൻ്റെയും കൂടെയാണ് ശരിയാണ്. ബട്ട് അത് ടോട്ടലി നൈസ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ആൻഡ് എൻ്റെ ഈ ക്യാമറയുടെ കുറച്ച് അപാകതകൾ കാരണമാണ് നിങ്ങൾക്ക് അത്രയും ക്ലിയർ അല്ലാത്തത്. ബട്ട് നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു എമൗണ്ടിൽ ഇത്രയൊരു ഐറ്റം ടോട്ടലി വർത്തിയാണ്. അത് അടുത്ത വർഷത്തേക്ക് കാണുമല്ലോ അതൊന്നും അറിഞ്ഞുകൂടാ. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേരുള്ള വീട്ടിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എണ്ണ വേണ്ട, തിരി വേണ്ട, അപ്പോൾ പുള്ളൊന്നും അങ്ങനെയുള്ള പേടി ഒന്നും വേണ്ട. ഏറ്റവും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ പിള്ളേർക്ക് ഇത് കാണിച്ചു കൊടുത്താൽ അവർക്കും ഇൻട്രസ്റ്റ് വരും, അവരും ഇത് തന്നെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്തോളൂ. ആൻഡ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളം അങ്ങ് ഒഴിച്ച് കളഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. പരിപാടി സിമ്പിൾ, കാര്യം കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ നല്ലപോലെ ഡ്രൈ ചെയ്ത് സേഫായിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ ഐസ് ഇതിന് കാണുമായിരിക്കാം, നോക്കാം, അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യത്തിന് സംഭവം അടിപൊളിയല്ലേ. അപ്പോൾ ഇത് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.